പാറ്റകൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. 16ന്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാം. എന്താണെന്നല്ലേ, ജാർഖണ്ഡില് റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടിനെ തുടർന്ന് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും വലിയൊരു പ്രതിഷേധം നടത്തുന്നുണ്ട്. ജാർഖണ്ഡിലെ JPSC പരീക്ഷാ പേപ്പറുകൾ അടക്കം, ചോദ്യ പേപ്പറുകളും അതുപോലെ തന്നെ അതിന്റെ ഉത്തരക്കടലാസുകളും അടക്കം ലീക്കായത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ റിക്രൂട്ട്മെന്റ് സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വേണം, ചോർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം ആവശ്യമാണ്, അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ സമരം നടക്കുന്നത്. റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിലാണ് വിദ്യാർത്ഥി നേതാവ് ദേവേന്ദ്രനാഥ് മഹാത്തോ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു സമരത്തിനിടയിൽ വിദ്യാർത്ഥികളിൽ ചിലര് അഭിജിത്തിനെ അടക്കം വിളിച്ചിട്ട്, അഭിജിത്ത് ഇവിടെ ഒന്ന് വരണം, ഈ സമരത്തിൽ പങ്കെടുക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ അഭിജിത്ത് പറയണം, എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് സത്യത്തിൽ ഇപ്പോൾ എനിക്ക് ടൈഫോയിഡ് ആണ്, എനിക്ക് വയ്യ, ഞാൻ വരാം, ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ CJP പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും വലിയ രീതിയിലുള്ള പ്രഷർ സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോൾ CJP പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ ഇതുവരെ ആക്റ്റീവായിട്ട് അഭിജിത്തോ സൗരവോ അടക്കമുള്ള CJP നേതാക്കൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി എത്തിയിട്ടില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ കേരളത്തിലും PSC ഉദ്യോഗാർത്ഥികളുടെ സമരമൊക്കെ നടക്കുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി നീറ്റ് വിഷയത്തിൽ നടത്തിയ വലിയ പ്രതിഷേധങ്ങളോ അതിൽ പങ്കെടുത്ത ആളുകളുടെ പങ്കാളിത്തമോ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലോ അല്ലെങ്കിൽ ജാർഖണ്ഡിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടോ കാണുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ രണ്ട് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP അല്ല എന്നതാണ് അതിന്റെ കാരണം. കോക്രോച്ച് ജനതാ പാർട്ടി കൺഫ്യൂഷനിലാണ്. എങ്ങനെ നമ്മൾ ഇതിൽ ഇടപെടും? കാരണം ഭരിക്കുന്നത് BJP അല്ലല്ലോ. BJP ആണെങ്കിലല്ലേ നരേന്ദ്രമോദിയെ തെറി വിളിക്കാൻ പറ്റുള്ളൂ, വർഗീയതയാണെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കാൻ പറ്റുള്ളൂ, വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറയാൻ പറ്റുള്ളൂ. ഇതിപ്പം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ശരിക്കും പെട്ടിരിക്കുകയാണ് CJP. ഈ ജാർഖണ്ഡ് ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് അടക്കമുള്ള RJD അടക്കമുള്ള ഒരു സഖ്യമാണ് ഈ ജാർഖണ്ഡ് ഭരിക്കുന്നത്. അവിടെയാണ് ചോദ്യപേപ്പറും ഉത്തരക്കടലാസും അടക്കം ചോരുകയും അതേ തുടർന്ന് വിദ്യാർത്ഥികൾ തെരുവിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ വന്ന CJPക്ക് ഈ സമരത്തിൽ വലിയ താല്പര്യമില്ല. മോദിക്കെതിരായിട്ടുള്ള സമരങ്ങളിൽ മാത്രമേ അവർക്കൊരു ഊർജം കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിജിത്ത് ദീപ്കെ, സൗരവ് അടക്കം CJPയുടെ ഒരു പ്രധാന നേതാക്കളും ഇതുവരെ ജാർഖണ്ഡിലെ സമര പന്തലിൽ പോയിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ പോയിട്ടില്ല, രാഹുൽ ഗാന്ധി പോയിട്ടില്ല, ഒരു പ്രതിപക്ഷ നേതാക്കളും പോയിട്ടില്ല, സോനം വാങ്ചുയും പോയിട്ടില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന സമരം ഇന്ത്യ മുന്നണിക്കെതിരെയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ CJP മൂവ്മെന്റ് നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുണ്ടായ ഒരു മൂവ്മെന്റ് ആണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇവരല്ലെങ്കിൽ എല്ലാ ജനകീയ വിഷയങ്ങളിലും ഇടപെടണം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിലെങ്കിലും മിനിമം ഇടപെടണം. അപ്പൊ ഇവരുടെ പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ, CJP നേതാവ് അഭിജിത്ത് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ കടുത്ത മോദി വിരുദ്ധതയും BJP വിരുദ്ധതയുമാണ് ഇവരുടെയൊക്കെ ബേസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണണം എന്ന് പറയുന്ന ഇവര് രാഹുൽ ഗാന്ധി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്തെന്ന് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ ഒക്കെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയില് കേരളത്തിലൊക്കെ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നില്ല. മാത്രമല്ല പലരുടെയും വിദ്യാഭ്യാസ യോഗ്യത മുൻകാലങ്ങളിൽ അടക്കം മുഖ്യമന്ത്രിമാരായിട്ടിരുന്നവര് 8ഉം 10ഉം ഒക്കെ ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. 2016 തന്നെ അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ BJP തുറന്നു കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും അഭിജിത്ത് അടക്കമുള്ളവർ ഇത് വീണ്ടും പറയുന്നത് പ്രധാനമന്ത്രിയെ നാണം കെടുത്തുക, പ്രധാനമന്ത്രിയെ മോശക്കാരനായി ചിത്രീകരിക്കുക എന്ന് പറയുന്ന അവരുടെ ഒരു ഉദ്ദേശമാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ പാർട്ടിയാകെ പെട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് അഭിജിത്ത് ചേട്ടാ ഞങ്ങളുടെ സമരത്തിൽ വരുമോ, ഞങ്ങൾക്ക് ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ വീഡിയോ കോൾ ചെയ്ത് പറയുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് വിദ്യാർത്ഥികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാണ്. അഭിജിത്ത് ചേട്ടനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ടൈഫോയിഡ് ആണേ, എനിക്ക് വയ്യ, ഇനി അടുത്ത് BJPക്ക് എതിരായിട്ട് വല്ല സമരം വരുമ്പോൾ മാത്രമേ ഞാൻ ഉണരൂ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അഭിജിത്ത് പാറ്റ പറയുന്നത്. സൗരവ് പാറ്റയെ പിന്നെ കാണാനേ ഇല്ല. മൂപ്പരുടെ ജിയോഗ്രഫിയും ബയോളജിയും അതുപോലെ മൂപ്പരുടെ ഹിസ്റ്ററിയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ വരുമാന സ്രോതസ്, ലക്ഷറി ലൈഫ്, ഇതെല്ലാം ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ടിയുടെ ഉദ്ദേശം നമ്മുടെ യുവാക്കളുടെ, യുവതികളുടെ, വിദ്യാർത്ഥികളുടെ നല്ല ഭാവിയാണോ എന്നതാണ് ചോദ്യം. ആണെങ്കിൽ എന്തുകൊണ്ട് ജാർഖണ്ഡിൽ പോയി സപ്പോർട്ട് ചെയ്യുന്നില്ല? ജാർഖണ്ഡ് എന്ന് പറയുന്നത് അങ്ങ് ഭയാനക ദൂരമൊന്നും അല്ലല്ലോ, ഡൽഹിയിൽ നിന്ന് എത്താവുന്ന ദൂരം തന്നെയാണ്. ജാർഖണ്ഡ് വരെ പോയി സപ്പോർട്ട് ചെയ്യാമല്ലോ. ഇനി ചിലപ്പോൾ പോകും കേട്ടോ. ഈ ഒരു നമ്മളിപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപം ഇവർക്കെതിരെ രാജ്യവ്യാപകമായിട്ട് വരുന്നുണ്ട്. CJPയിലെ തന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇവരെന്താ ജാർഖണ്ഡിൽ പോകാത്തതെന്ന് ചോദിക്കുകയാണ്.
പൊതുവെ ഇവർ പറയുന്നത് ഇവർക്ക് രാഷ്ട്രീയമില്ല, അങ്ങനെയില്ല, ഒന്നുമില്ല, സ്വാഭാവിക വിദ്യാർത്ഥി പ്രതിഷേധമാണ് എന്നാണല്ലോ. പക്ഷേ ഭരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ആയതുകൊണ്ടായിരിക്കാം ജാർഖണ്ഡിൽ പോയി സമരം ചെയ്യാൻ CJP-കാർക്ക് ഒരു മടി. അപ്പോ ഇവിടെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ, ഇടപെടലുകൾ എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. വിദ്യാർത്ഥികളെ അവർ മറയാക്കി എന്നതേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.